മേഖലയിലുള്ളവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിനി മോർണിംഗ് എക്സ്പ്രസിൻ്റെ മനോഹരമായിട്ടോ മറ്റു ചില കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഡിജിറ്റൽ യുഗത്തിലും സിനിമാ പോസ്റ്ററുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കോഴിക്കോട് സ്വദേശിയായ സിനിമാ പ്രേമിയെ പരിചയപ്പെടാം. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിലെ സിനിമാ പോസ്റ്ററുകളും പത്രപരസ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമാ പ്രൊമോഷന് എന്തെല്ലാം വഴികളാണല്ലേ. ഫാൻസിന്റെ കട്ടൗട്ട് ബോർഡുകളും പ്രൊമോഷൻ സ്റ്റിൽസും ഫോട്ടോസും ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യകാല സിനിമകളുടെ പ്രചാരണത്തിൽ കൂടുതൽ പങ്ക് വഹിച്ച ഒന്നാണ് ഈ സിനിമാ പോസ്റ്ററുകളും അതുപോലെ തന്നെ പത്രപരസ്യങ്ങളും. ഇവയെല്ലാം ശേഖരിച്ചു വെച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. കോഴിക്കോട് സ്വദേശിയായ ബെന്നി. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലാണ്. നമുക്കൊരു പഴയ സിനിമാ പോസ്റ്റർ കാണുമ്പോൾ ആർക്കും ഒരു പെട്ടെന്ന് ഇത് ഞാൻ കണ്ട സിനിമയല്ലേ, എങ്ങനെ കണ്ടു, ആരുടെ കൂടെ കണ്ട്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ അപ്പൻ കൈ പിടിച്ച് കൊണ്ടുപോയി, അങ്ങനത്തെ കുറേ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ പലരോട് സംസാരിക്കുമ്പോഴുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിവതും ശനിയും ഞായറും തിയേറ്ററിൽ തന്നെയായിരുന്നു. ഇപ്പം